Arabian Souk. Hi everybody and welcome to a brand new episode of Day to Day Arabian Souk. ഇന്ന് ഞാൻ നിൽക്കുന്നത് ദുബായിയുടെ വളരെ ചരിത്രപ്രധാനമുള്ള ഒരു സ്ഥലത്താണ്. The street is called ബനിയ സ്ട്രീറ്റ് ആൻഡ് ഈ ബാക്കിൽ കാണുന്നതാണ് ബനിയ സ്ക്വയർ. പണ്ട് ഇതിന് നാസർ സ്ക്വയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദുബായിയുടെ ഏറ്റവും ആദ്യത്തെ ഷോപ്പിംഗ് ഹബ്സിലൊരെണ്ണമാണ് ഈ ബനിയ സ്ട്രീറ്റ്. ഈ ബനിയ സ്ക്വയറിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അബ്ര. ഈ അബ്രയിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അവിടെയാണ് ഇറാനിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നത്. ഈ സാധനങ്ങൾ വിൽക്കപ്പെട്ടിരുന്നത് ഈ ഒരു സ്ട്രീറ്റിലാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വന്നിറങ്ങുന്നതും പ്രൊഡക്ട്സ് വന്നിറങ്ങുന്നതും എല്ലാം ഈ ഒരു ഏരിയയിലായിരുന്നു. ഇത്രയും അധികം ഗുഡ്സ് വന്നിറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ദുബായിൽ ടൂറിസ്റ്റ് വരുമ്പോൾ ഏറ്റവും ആദ്യം വന്നിരുന്നതും ഇപ്പോൾ വരുന്നതും ഈ ബനിയ സ്ട്രീറ്റിലാണ്. ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇലക്ട്രോണിക് ഷോപ്സ് ആണ്. മാത്രമല്ല ഈ ബനിയ സ്ക്വയർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മൾ കണ്ടിട്ടുള്ള നൈഫ് സൂക്ക്. ആൻഡ് ഈ ഒരു ഏരിയയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡബിൾ. കാരണം ഇതിൻ്റെ ബാക്കിൽ യു ക്യാൻ സീ ദ ദുബായ് മുനിസിപ്പാലിറ്റി ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് യു ക്യാൻ സീ ദ എത്തിസലാത്ത് ബിൽഡിംഗ്. അപ്പോൾ സിറ്റി ഡെവലപ്മെൻറ്റ്, സിറ്റി പ്ലാനിങ്, ടെലികമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. സോ യു ക്യാൻ ഇമാജിൻ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഏരിയ ഈസ് ടു ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദുബായ്. ഈ ബനിയ സ്ക്വയർ അഥവാ പണ്ട് അറിഞ്ഞിരുന്ന പോലെ നാസർ സ്ക്വയറിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഇതിൻ്റെ അടുത്താണ് ഖാദർ ഹോട്ടൽ എന്ന ദുബായിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്നത്. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും വി ഹാവ് അവർ ഓൺ സിഗ്നേച്ചർ സ്റ്റാമ്പ്. ദുബായിൽ തൻ്റെ സിഗ്നേച്ചർ സ്റ്റാമ്പ് ചെയ്ത ഒരു മലയാളിയാണ് ഖാദർക്ക. ഈ ഖാദർക്ക തുടങ്ങിയ ഒരു സ്ഥലമാണ്, ഒരു ഹോട്ടലാണ് ഖാദർ ഹോട്ടൽ. ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ദർ വാസ് എ ഖാദർ സ്റ്റോർ വിച്ച് ഇസ് ലൈക്ക് എ ഗ്രോസറി സ്റ്റോർ. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു എല്ലാ സ്ഥലത്തും ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ചായക്കട. ബിക്കോസ് ദാറ്റ്സ് വെയർ പീപ്പിൾ കം ടുഗെദർ. ദുബായിയുടെ ഇങ്ങനത്തെ ഒരു ചായക്കടയായി മാറി ഖാദർ ഹോട്ടൽ. എല്ലാവരും ഏത് നാഷണാലിറ്റി, ഏത് പ്രൊഫഷൻ, എവിടെ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും അവർ എല്ലാവരും വന്നെത്തിയിരുന്നത് ഖാദർ ഹോട്ടലിലായിരുന്നു. വീക്കെൻഡ് ഗോസിപ്പിംഗ്, catching up with friends, hanging out, നമ്മുടെ ഷോസ് ലൈക്ക് ലോണ്ട്രി, ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം ഖാദർ ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയാണ് നടന്നിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവിടുത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മീഡിയ പ്രൊഫഷണൽസ് ആയ മിസ്റ്റർ ക്രിസ് മാൻഡേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ലോണ്ട്രിക്ക് ആണെങ്കിൽ പോലും യു ഗോ ആൻഡ് ഗിവ് ഇറ്റ് ഇൻ ഖാദർ ഹോട്ടൽ. ധോബി അവിടെ വന്ന് എടുക്കും. ആൻഡ് ഈ ഖാദർ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ദർ വാസ് എ ലെറ്റർ ബോക്സ്. എല്ലാ കത്തുകളും വരുന്നത് സോ ആൻഡ് സോ ഖാദർ ഹോട്ടൽ. എന്നിട്ട് വീക്കെൻഡിൽ ആൾക്കാർ ഈ ഖാദർ ഹോട്ടലിൻ്റെ അവിടെ വന്ന് ഈ പോസ്റ്റ് ബോക്സിൽ ക്യൂ നിന്നിട്ട് ദേ വിൽ ചെക്ക് അവർക്ക് ലെറ്റർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇന്നത്തെ ഒരു ലെസ് ദാൻ 10 seconds നമുക്കൊരു മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുന്നതും അന്നത്തെ ഖാദർ ഹോട്ടലിൽ ലൈൻ നിന്ന് ലെറ്റർ എടുക്കുന്നതും അത് പൊട്ടിച്ച് വായിക്കുന്നതും എത്ര ഹൗ മച്ച് ലൈഫ് ഹാസ് ചേഞ്ച്ഡ് അല്ലേ.
ബനിയ സ്ക്വയർ അഥവാ നാസർ സ്ക്വയർ എൻ്റെ ചൈൽഡ്ഹുഡിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പ്ലേസ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട് ഇവിടെ ഈ ബനിയ സ്ക്വയറിൻ്റെ നടുക്ക് ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നത്. ആൻഡ് ദേ യൂസ് ടു സ്റ്റേ ഓൺ ദ 25th ഫ്ലോർ. അന്നൊക്കെ ദുബായിലത്തെ വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിങ്സ് ആയിരുന്നു അത്. അപ്പം ഞങ്ങൾ കുട്ടികൾ ഈ 25th ഫ്ലോറിലെ ഫ്ലാറ്റിലിരുന്ന് ബാൽക്കണിയിലിരുന്ന് വി യൂസ് ടു ലുക്ക് ഡൗൺ ഫോർ അവേഴ്സ്. ആൻഡ് ഇറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ്. കാരണം ടൂറിസ്റ്റ് വരുന്നതും തിരക്കും അബ്രയിൽ സാധനങ്ങൾ വരുന്നതും അബ്രയിൽ നിന്ന് ബോട്ട്സ് പോകുന്നതും എല്ലാം വി കുഡ് സീ ഇറ്റ്. ദുബായ് എന്താണ്, ദുബായിയുടെ പൾസ് എന്താണ് എന്നുള്ളത് ഞങ്ങൾ അവിടെ ഇരുന്ന് വി യൂസ് ടു എൻജോയ്. അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ദാറ്റ് ദിസ് വാസ് ഗോയിങ് ടു ബി എന്താണ് ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അറിയില്ലായിരുന്നു. For us that day it was our home, our country, the place where we lived, and we used to love watching the action in the city. But in 1992 when the Russian boom happened, ഈ ഒരു സ്ട്രീറ്റ് ഫുൾ റഷ്യൻസ് ആയിരുന്നു. ആൻഡ് വി റിമെമ്പർ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ വി യൂസ് ടു സീ പീപ്പിൾ ക്യാരിങ് ഹ്യൂജ് ബാഗ്സ് ഫുൾ ഓഫ് തിങ്സ് വാക്കിംഗ് അറൗണ്ട്. ഇന്നും if you actually come to Bania Street, you will be amazed by the amount of tourists here. Just one walk down the street and you will see at least ഒരു 5 different nationality tourists നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത്രയും ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്, ഒരു ഷോപ്പിംഗ് ഹബ്ബാണ് ഈ ബനിയ സ്ട്രീറ്റ്. Arabian Souk. Arabian Souk. ഈ ബനിയ സ്ട്രീറ്റിലുള്ള ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെൻറ്ററിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ബനിയാസിലുള്ള ഡേ ടു ഡേയുടെ ഇലക്ട്രോണിക് സെക്ഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ദർ ഈസ് എ ഹ്യൂജ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ടു ഷോ യു. ഇവിടെ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി അമേസ്ഡ് ബൈ ദ റേഞ്ച് ഓഫ് ഐറ്റംസ് അവൈലബിൾ ഫോർ ദ ഹോം. ഫസ്റ്റ് ലെറ്റ് മീ ഷോ യു ദിസ് മിനി ചോപ്പർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് യു ഹാവ് ഫുഡ് പ്രൊസസ്സേഴ്സ് ദാറ്റ് ലെറ്റ്സ് യു ചോപ്പ് ഓണിയൻസ്, ഗാർലിക്, എവറിത്തിങ്. പക്ഷേ എപ്പോഴും നമ്മളൊരു കറിക്ക് അരിയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഒരു 2 സവാള അല്ലെങ്കിൽ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗാർലിക്. ഇപ്പോൾ ഈ വലിയ ഫുഡ് പ്രൊസസ്സർ എടുത്തിട്ട് ഇതൊക്കെ മിക്സ് ചെയ്യാൻ it's actually quite difficult to clean afterwards. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു സ്മോൾ ചോപ്പർ ഈസ് വെരി വെരി ഹാൻഡി. ജസ്റ്റ് ഒരു 1 onion അല്ലെങ്കിൽ മാക്സിമം ഒരു 2 onions, you just put it in, chop it. Rather than നമ്മൾ നിന്ന് ഫുള്ള് അരിയുന്നതിന് പകരം you can just put it in this, just a single touch and it's chopped to perfection. But this is actually ഒരു 120 wattsന്റെ ഒരു ചോപ്പറാണ്. And it's really small, really compact. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാം. And it's actually one button. You just press one button and it's chopped the way you want. This is for 85 dirhams. ഈ ചോപ്പേഴ്സിൻ്റെ പല വെറൈറ്റീസ് ആൻഡ് പല സൈസസ് ആർ അവൈലബിൾ ഹിയർ. Okay? Now next I'm going to show you a hand mixer. For all you bakers out there, you guys know how important a hand mixer is. This one is a Philips hand mixer and it is 300 watts. This attachment, we know what it's used for. This is used for mixing cake batters and also for whipping cream and egg whites whipping. This is very useful. This hand mixer ne 2 attachments are available. Now hand mixer illa aalkarku ariyam. ഇതിൻ്റെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ച് യു ക്യാൻ ഓൺലി യൂസ് ഇറ്റ് ഫോർ കേക്ക്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇഫ് യു വാണ്ട് ടു മേക്ക് സംതിങ് ലൈക്ക് സേ ബ്രെഡ്, ഇറ്റ്സ് സ്പെസിഫിക്കലി മെൻഷൻ ഡു നോട്ട് യൂസ് ദിസ് ഫോർ ബ്രെഡ്, ഇറ്റ്സ് ഇസ് നോട്ട് ദാറ്റ് കേപ്പബിൾ എന്ന്. പക്ഷേ ഈ ഒരു ഹാൻഡ് മിക്സറിന് ദർ ഇസ് ആക്ച്വലി ആൻ അറ്റാച്ച്മെൻറ്റ് വിച്ച് ലെറ്റ്സ് യു മിക്സ് ഫോർ ബ്രെഡ് ആസ് വെൽ. ഇത് കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ ഒരു ഹാർഡി മിക്സറാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഗോട്ട് 5 speeds പ്ലസ് ടർബോ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ദേ ഓൾവേസ് ഇൻ ദ റെസിപ്പി ഇതിൽ ഓൾവേസ് സേ
after you add the flour, do not over mix it. Over mix ചെയ്താൽ cake will not rise എന്നുള്ളത്. അപ്പോൾ you can actually add in the flour and give turbo. അപ്പോൾ ഒരു ഹൈ സ്പീഡിൽ ഒരു 2 seconds it will mix. So it will mix completely. But it's a really useful thing and it's just for 99 dirhams. ഇവിടെ കണ്ട മറ്റൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് ആണ് ദിസ് ഹാംബർഗർ മേക്കർ. ഓക്കെ, ഇതിൽ നമുക്കറിയാലോ ഇവിടുത്തെ ഒരു ജീവിത രീതിയിൽ മേക്കിംഗ് സാൻഡ്വിച്ചസ്, ബണ്ണ് വെച്ച് ഹാംബർഗർ വെച്ച് സാൻഡ്വിച്ചസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് എന്താ പറയുക ഒരു ഡേ ടു ഡേ അക്കറൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൗസ് ഹോൾഡിലേക്ക് ദിസ് ഈസ് പെർഫെക്റ്റ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ജസ്റ്റ് ഹാവ് ടു ഓപ്പൺ ഇറ്റ്, മൂവ് ദ റിംഗ്, പുട്ട് യുവർ ബ്രെഡ്, പുട്ട് hamburger in the vegetables വേണമെങ്കിലും ഇടുക and just close it, toast it. Okay, അപ്പോൾ നല്ല ടോസ്റ്റഡ് ആൻഡ് നല്ല ഹീറ്റ്, നല്ല ഹോട്ട് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ലഭിക്കും. കാരണം ഒരു ഹാംബർഗർ ടോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ ഈസി. വെജിറ്റബിൾസ് വിൽ കം ഫ്രം ഡിഫറെൻറ്റ് സൈസ്, ദ ചീസ് വിൽ മെൽറ്റ്, ലീക്ക്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഈസി. ആൻഡ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is a cooking ring. You can actually put it here and you can make an omelette. Just mutta potta shoyikka and close it. And you can also toast vegetables on this. Appo oru if ravileke if you are in a hurry, this is a perfect item for you. Doctors always tell you to eat steamed vegetables. നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നതിനേക്കാളും ഓയിലൊക്കെ കുക്ക് ചെയ്യുന്നതിനേക്കാളും യു ആക്ച്വലി സപ്പോസ് ടു ഹാവ് ഇറ്റ് സ്റ്റീംഡ് ടു ഗെറ്റ് ദ ഫുൾ ബെനിഫിറ്റ്സ്. അങ്ങനെ സ്റ്റീംഡ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പെർഫെക്റ്റ് ഐറ്റമാണ് ദിസ് ടിഫോൾ മിനി കോമ്പാക്ട് സ്റ്റീമർ. ഇത് ഇറ്റ്സ് ആക്ച്വലി ഗോട്ട് ഒരു 3 level സ്റ്റീമിങ് ഫംഗ്ഷനാണ്. ആൻഡ് ഇതിൽ വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, യു ക്യാൻ ഓൾസോ സ്റ്റീം ഫിഷ്, ചിക്കൻ, അങ്ങനെ സ്റ്റീംഡ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ദിസ് ഈസ് റിയലി ഗുഡ്. ഇതിൻ്റെ ബോട്ടമിൽ നമുക്ക് എത്ര ടൈമിന് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്ര ഒരു വാട്ടർ ലെവൽ ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് കുക്ക് ഫോർ 10 minutes ഇത്രയും ഒരു വാട്ടർ ലെവൽ, അങ്ങനെ അപ് ടു ഒരു 60 minutes കുക്ക് ചെയ്യാനുള്ള വാട്ടർ ലെവൽ യു ഹാവ് ടു ഫിൽ ഇൻ. ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് പുട്ട് യുവർ ഐറ്റംസ് ഇൻ ടു ദിസ്, ക്ലോസ് ഇറ്റ് ആൻഡ് പ്ലഗ് ഇറ്റ് ഇൻ ആൻഡ് സ്റ്റീം ഇറ്റ്. ആൻഡ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഇത് സ്റ്റോർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ആക്ച്വലി റിമൂവ് ഓൾ ദീസ് ആൻഡ് ഇറ്റ് turns into a compact item and you can store it really easily. ഇത് ഒരു patented ഒരു storage system ആണ്. They've actually mentioned it here. It becomes ultra compact. അപ്പോൾ it's healthy, easy to use, compact, easy to store. ഇതാണ് വാട്ടർ ലെവൽ. അപ് ടു എത്ര മിനിറ്റ് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും മിനിറ്റിൻ്റെ വാട്ടർ ലെവൽ യു ഹാവ് ടു ആഡ് ഇൻ. അപ്പോൾ യു ക്യാൻ കുക്ക് fish, chicken, vegetables, even rice you can cook. And this is the water level section. Arabian souk. Arabian souk. ഗിഫ്റ്റ്സ് കൊടുക്കുക, വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് അല്ലെങ്കിൽ ഈദ് സമയത്ത് ഒരുപാട് ഗിഫ്റ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, ഒരുപാട് ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടാറുണ്ട്. ചില ഗിഫ്റ്റ്സ് നമ്മൾ ഉപയോഗിക്കും, ചില ഗിഫ്റ്റ്സ് നോട്ട് സോ യൂസ്ഫുൾ. പക്ഷേ ചിലത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. കാരണം അത് തരുന്ന ആൾ കുറേ എഫേർട്ട് എടുത്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്ത് തരുന്ന ചില ഗിഫ്റ്റ്സാണത്. ശരിക്കും ഗിഫ്റ്റ് ഗിവിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. രാഷ്ട്രത്തലവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ ഒരുപാട് റീസേർച്ച് ചെയ്യും. ഇൻഫാക്റ്റ് അതിനു വേണ്ടി ഒരു ഗ്രൂപ്പിനെ തന്നെ നിയോഗിക്കും ടു റീസേർച്ച് ഓൺ വാട്ട് ആർ ദിയർ ലൈക്സ്, എന്ത് കൊടുക്കണമെന്നൊക്കെ. നമ്മൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി യു കെ നോട്ട് ഗെറ്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ഡു റീസേർച്ച്. പക്ഷേ ദർ ഈസ് എ കമ്പനി ദാറ്റ് മേക്സ് ദ ആർട്ട് ഓഫ് ഗിഫ്റ്റ് ഗിവിങ് റിയലി സിമ്പിൾ ആൻഡ് റിയലി പേഴ്സണലൈസ്ഡ്. അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഞാൻ ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്നല്ലേ, കം ലെറ്റ് മീ ഷോ യു.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷെയ്ഖ് സായദ് റോഡിലെ ഒയേസിസ് സെൻറ്ററിൻ്റെ അകത്ത് ഫേവേഴ്സ് എന്ന ഷോപ്പിൻ്റെ മുമ്പിലാണ്. ഇവിടെ ഒരുപാട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഗിഫ്റ്റ് ബോക്സസ്, ഗിഫ്റ്റ് റാപ്പിംഗ്സ് എല്ലാം ഉണ്ട്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദം ടു യു. ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദിസ് കോർണർ ഓഫ് ദ ഷോപ്പ്. ഇവിടെ ഈ ഒരു ഫ്രിഡ്ജിൽ ഫുള്ള് ഫ്രഷ് ഫ്ലവേഴ്സാണ് ആൻഡ് ഓൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് റോസസ്. ഒരു ബൊക്കെ ഉണ്ടാക്കുമ്പോൾ റോസസിൻ്റെ ലുക്ക് അതൊന്ന് വേറെ തന്നെയാണ്. So over here you can choose as many colors of roses as you want. ഈ ഒരു സെക്ഷൻ ഫുള്ള് ടവൽസ് ആണ് ആൻഡ് റിയലി ക്യൂട്ട് ടവൽസ്. ഇത് കണ്ടോ, ഐ ആം ദ ബിഗ് ബ്രദർ. നമുക്കൊക്കെ അറിയാലോ, ഒരു രണ്ടാമത്തെ ഒരു കുട്ടി വരുമ്പോൾ മൂത്ത ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററിന് അത്ര അതങ്ങോട്ട് ദഹിക്കാറില്ല. ഇങ്ങനത്തെ ഒരു ടവലൊക്കെ വെച്ച് ആളെ എന്താ പറയുക, ഒന്ന് സമാധാനിപ്പിക്കാനാണ് ഇത് ഉദ്ദേശിച്ചേക്കുന്നത്. ആൻഡ് ലുക്ക്, ഇതിൽ കുറച്ച് ഒരു ജിറാഫ് ഉണ്ട്, ഒരു ബേബി ജിറാഫ് ഉണ്ട്. ഇറ്റ് ലുക്സ് റിയലി ക്യൂട്ട്. ഇതല്ലാതെ ലുക്ക് അറ്റ് ദിസ് മിക്കി മൗസ്. മിക്കി മൗസ് പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. ആൻഡ് ചെക്ക് ദിസ് ഔട്ട്. ഇത് ഇവിടെ പ്രിൻസസ് സാറ എന്നാണ് എഴുതിയിരിക്കുന്നത് ആൻഡ് റിയലി പ്രിറ്റി ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് കുറേ കളേഴ്സൊക്കെ ആയിട്ട്. ആൻഡ് ഓൺ ദിസ് സൈഡ് ബിഗ് സിസ്റ്റർ. വാവ്, ഹൗ സ്വീറ്റ് ഇസ് ദാറ്റ്. ഇത് ഒരു ചെറിയൊരു ടവലാണ്. ആൻഡ് വാട്ട് യു ക്യാൻ ഡു ഓവർ ഹിയർ ഈസ്, നമുക്ക് ടവൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഏത് സൈസിലുള്ള ടവലാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ദേ ആക്ച്വലി പേഴ്സണലൈസ് ഇറ്റ് ഫോർ യു വിത്ത് യുവർ നെയിം ആൻഡ് വട്ട് എവർ യു വാണ്ട് ടു ബി പേഴ്സണലൈസ് വിത്ത്. പേഴ്സണലൈസ് ചെയ്ത പ്രോഡക്ട്സിൽ ഏറ്റവും അധികം നമ്മൾ കാണാറ് മഗ്സ് ആണ്. ഇവിടെയുമുണ്ട് ഒരുപാട് മഗ്സ്. ഫോർ എക്സാമ്പിൾ ഇത് ഐ ലൈക്ക് ദിസ്. ഷംസ് എന്ന പേരും ഒരു മീശയും 9 മീശയാണ് ആൻഡ് കണ്ണാടി വിത്ത് എ ഹാർട്ട്. ഓക്കെ, ഇതല്ലാതെ ദിസ് ഈസ് ഓൾസോ നൈസ്. സൽമ, ഇത് പെൺകുട്ടിക്കുള്ളതാണ്. ആൻഡ് ചെക്ക് ദിസ് ഔട്ട്. മോം ഓർ ലവിങ്, കെയറിങ്, സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഹാർട്ടിൽ ഓൾ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോം ആക്ച്വലി. പിന്നെ ഇത് കണ്ടോ, ബെസ്റ്റ് ഡാഡ് ഇൻ ദ വേൾഡ്. ഓക്കെ, ആൻഡ് പേരും എഴുതിയിട്ടുണ്ട് ആൻഡ് ഒരു ഷർട്ടും ഒരു ടൈയും ഒക്കെ ഉണ്ട്. ഇവിടെ മറ്റുള്ള ഒരു സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ദിസ് ഇസ് സോ പ്രിറ്റി. ഇത് ആക്ച്വലി നമുക്ക് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ്സ്, ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ സച്ച് എ ബ്യൂട്ടിഫുൾ കേസ്. ആൻഡ് അതേപോലത്തെ ഇത് വേറെ ഷേപ്പിലുണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ ദീസ് റിയലി സ്മോൾ, ഇപ്പം നമ്മൾ റിങ്സ്, ബ്രേസ്ലെറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓർണമെൻറ്റ്സ് കൊടുക്കുമ്പോൾ അമേസിങ്. ആക്ച്വലി പ്രപ്പോസ് ചെയ്യുമ്പോൾ ദീസ് തിങ്സ് വിൽ കം ഇൻ ഹാൻഡി. ഓക്കെ, ഇതല്ലാതെ ഇത് കണ്ടോ, മൊബൈൽ ഫോൺ കവേഴ്സ്. ഇവിടെ പേരെഴുതി പേഴ്സണലൈസ് ചെയ്യാം. ആൻഡ് ചെക്ക് ദിസ് ഔട്ട്. ഒരു ഫുട്ബോൾ ഫ്രീക്കിന് മാഞ്ചസ്റ്റർ സിറ്റി ഫാൻ ക്ലബിൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ഫോൺ കവർ. ഹൗ കൂൾ. ഇവിടെ കണ്ടേക്കുന്ന മറ്റൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വുഡൻ നെയിംസ്. ചെക്ക് ദിസ് ഔട്ട്. സാമ്യുൽ, മാർത്ത, അങ്ങനെ ഓരോ പേരുകൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ദേ ഡു ഇറ്റ് ഇൻ ബിഗ്. ഒരു ഫാമിലിയിൽ ഇപ്പോൾ അമ്മ, അച്ഛൻ, 2 കുട്ടികൾ, ഈ 4 പേര് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബി സോ കൂൾ. ശരിക്കും ഒരു ഫാമിലിയിലെ വാം വിൽ ബി ഇൻ ദി എൻറ്റയർ ഹൗസ്. ഇവിടെ ഈ ഒരു സെക്ഷൻ ഫുള്ള് കുട്ടികൾക്കുള്ള ഡ്രസ്സസ് ആണ്. ഇറ്റ് ഈസ് സോ ക്യൂട്ട്. ഇത് കണ്ടോ, ഇത് ഒരു 3 months പ്രായമുള്ള കുഞ്ഞിനുള്ള ഒരു ബോഡി സൂട്ടാണ്. ആൻഡ് പേര് ഉനൂദ് എന്നാണ് പേരും. ആൻഡ് ലുക്ക് അറ്റ് ദ ഫേസ്, ഇറ്റ്സ് സോ പ്രിറ്റി. ഡ്രസ്സ് കൂടാതെ ദർ ഇസ് ഓൾസോ എ ബിബ് മെയ്ഡ് ഇൻ UAE ആൻഡ് ഡേറ്റ് ഓഫ് ബർത്തും. സോ ക്യൂട്ട്. But my favorite എന്ന് പറയുന്നത് is this shirt. My mommy is taken, but my aunt is single and hot. How cute is that? ഇത് ഒരു ബോഡി സൂട്ടാണ് and you can make it into whatever you want and it's for 60 dirhams. Now if you want to personalize നിങ്ങളുടെ എന്തെങ്കിലും ഒരു
ടവലോ അല്ലെങ്കിൽ ഒരു പില്ലോ കേസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ട് ബേബി ക്ലോത്ത്സ് ഒക്കെ പേഴ്സണലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ട്സ് ഉണ്ട്. വലുതുണ്ട്, ചെറുതുണ്ട്, ആൻഡ് റിയലി ലോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ഒരു 39 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫോണ്ട്സ് ആൻഡ് കളേഴ്സാണ് ഇതിലുള്ളത്. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇഫ് യു വണ്ടറിങ് ഹൗ മച്ച് ഇസ് ദിസ് ഗോയിങ് ടു കോസ്റ്റ് മീ, there's an embroidery rate graph as well. ഇത്രയും ചെറിയൊരു സാധനത്തിന് 35, അങ്ങനെ ഓരോ സൈസിനും there is a cost in this embroidery graph sheet. ഈ ഒരു മെഷീനാണ് which creates all the magic. ഇവിടെ ഒരു അറബിക് ഫോണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സി ദിസ് ഇസ് വെയർ ഇറ്റ്സ് ഫെഡ് ഫ്രം. ഇതിൽ എന്ത് ഫോണ്ട് വേണമെങ്കിലും ഈവൻ കാലിഗ്രാഫി അടക്കം ചെയ്യാൻ പറ്റും. Now this one is a pillow cover, and ഇതിൻ്റെ ചെയ്തൊരു പില്ലോ കവർ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ സ്കൂൾ ഇയർ ആയതുകൊണ്ട് എല്ലാം ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഗിഫ്റ്റ്സ്, പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്സ് കൊടുക്കാനും ദിസ് ഈസ് എ റിയലി അമേസിങ് ഓപ്ഷൻ. ഇത് കണ്ടോ, ഇവിടെ താങ്ക് യു ഡിയർ ടീച്ചർ, ആൻഡ് ഇവിടെ താഴത്ത് കുട്ടിയുടെ പേരും ക്ലാസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. വാട്ട് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ആൻഡ് സംതിങ് ദാറ്റ് ദി ടീച്ചേഴ്സ് വിൽ യൂസ്. ഈ ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ചെയ്യേണ്ട ഡിസൈൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ട്, ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഒരു പിക്ചറാണ് അലോങ് വിത്ത് എ നെയിം, ആൻഡ് ഇറ്റ്സ് ഇൻ കാലിഗ്രഫി. ഇതിൽ ഡിസൈൻ ചെയ്തിട്ട് ദേ ഫീഡ് ഇറ്റ് ഇൻ ടു ദിസ്, ആൻഡ് ഫ്രം ഹിയർ ഇറ്റ് കംസ് ഔട്ട്. എന്തൊക്കെ ടെക്നോളജി അല്ലേ. ഇതെല്ലാം കൂടാതെ ഫേവേഴ്സിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഗിഫ്റ്റ് റാപ്പിംഗ് ആണ്. ഇവരുടേതായ ഒരുപാട് സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട്, ഗോൾഡൻ ഫുൾ മയിൽപ്പീലികളൊക്കെ വെച്ച് ശരിക്കും ഒരു ഈദ് ഫീൽ കൊടുക്കുന്നത്. പിന്നെ സി ദേ ഡു ദീസ് സൈൻസ്, ദിസ് ഇസ് റമദാൻ കരീം, യു കെൻ ഗെറ്റ് വൺ ഡൺ കോൾഡ് ഈദ് മുബാറക്. പിന്നെ ഓ ലുക്ക് അറ്റ് ദിസ്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇറ്റ്സ് ഹാർട്ട് ഷേപ്ഡ് ആൻഡ് റിയലി നൈസ്. ആൻഡ് ഇതൊരു ബോക്സ് വിത്ത് ലുക്സ് റിയലി പ്രിറ്റി. ഇത് കൂടാതെ നമ്മളൊരു ഗിഫ്റ്റ് കൊണ്ടുവരികയാണെങ്കിലും ദേ റാപ്പ് ഇറ്റ് ഇൻ എ റിയലി യുണീക്ക് വേ. ഇത് കണ്ടോ, കുറേ എക്സ്ട്രാ റിബൺസും ഫ്ലവേഴ്സും ഇത് കണ്ടോ പോംപോംസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി തരും. Okay, so if you are going for Eid to someone's house, you know where to come for gift shopping. Hello. Okay, so that's it from me from Oasis Center. ഞാനിപ്പോൾ കാണിച്ചത് ഫേവേഴ്സ് എന്ന പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് റാപ്പിംഗ് സർവീസ് ആണ്.